കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ വന്നൊരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തവണ BJP ചെയ്യുന്നത് വോട്ട് ചോരിയല്ല, പകരം സീറ്റ് ചോരിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് പറയാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മീനാക്ഷി നടരാജൻ എന്ന് പറയുന്ന ഒരു AICCയുടെ സെക്രട്ടറി, അവർ യഥാർത്ഥത്തിൽ തെലങ്കാനയുടെ ചാർജുള്ള സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അവരെയാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഒരാളെ നിർത്തിയത് അവിടെയാണ്. മധ്യപ്രദേശിൽ മാത്രമല്ല, ഏതാണ്ട് 27 സീറ്റുകളിലേക്കുള്ള രാജ്യസഭകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ 24 ഫലം പ്രഖ്യാപിച്ചതിൽ 19 NDAയും 5 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അവിടെ 3 സീറ്റുകളിലേക്കാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സീറ്റിലേക്ക് ഉറപ്പായിട്ടും കോൺഗ്രസ് ജയിക്കേണ്ടതാണ്, 2 സീറ്റിലേക്ക് BJPയും ജയിക്കേണ്ടതാണ്. പക്ഷേ BJPക്കാർ ഇത്തവണ ഒരു തന്ത്രം കാണിച്ചിരുന്നു. കാരണം 3 സീറ്റിലേക്കും ആളുകളെ നിർത്തിയിരുന്നു. ആ 3 സീറ്റിലേക്കും ആളുകളെ നിർത്താൻ കാരണമെന്ന് പറയുന്നത് അവർക്ക് ബാക്കി വരുന്ന നമ്പർ ഓഫ് സീറ്റ്സ്, അതായത് ഇത്ര MLAമാർ മതിയല്ലോ അവിടെ ഒരു രാജ്യസഭ അംഗത്തെ തിരഞ്ഞെടുക്കാൻ. കേരളത്തിലാണെങ്കിൽ 36 അവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്കി അവർക്ക് ഏതാണ്ട് ഒരു 10 MLAമാർ കൂടി കൂടുതലുണ്ടെങ്കിൽ അവർക്ക് മൂന്നാമത്തെ ഒരാളെ കൂടി തിരഞ്ഞെടുക്കാനുള്ള അംഗബലം BJPക്കുണ്ട്. അപ്പോൾ ആ 10 പേരെ അടക്കം ചില ആളുകളെങ്കിലും മാറ്റി വോട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള സാധ്യതകൾ പരീക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് BJP അവിടെ നിർത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴാണ് അവിടെ മീനാക്ഷി നടരാജൻ എന്ന് പറയുന്ന AICC സെക്രട്ടറി വന്ന് മത്സരിക്കുന്നത്. അപ്പോൾ AICC സെക്രട്ടറി വന്ന് മത്സരിക്കുമ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പത്രിക തന്നെ തള്ളിപ്പോയതിൻ്റെ കാരണം അവർക്കെതിരെ തെലങ്കാനയിൽ ഒരു കേസുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേസിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾ വെറുതെ അതിനകത്ത് പറഞ്ഞാൽ മതി. കേസുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് തള്ളിപ്പോവില്ല. പക്ഷെ അത് മറച്ചു വെച്ചാൽ വേണമെങ്കിൽ തള്ളിക്കളയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെതിരെ, ആ തള്ളിക്കളഞ്ഞതിനെതിരെ അവരിന്ന് സുപ്രീം കോടതിയിൽ വന്ന് വാദിച്ചു. മനു അഭിഷേക് സിംഗ് വന്ന് ഘോരഘോരം വാദിച്ചു. പക്ഷേ കോടതി കേട്ടത് മുകുൾ റോത്തഗിയുടെ വാദമാണ്. മുകുൾ റോത്തഗിയാണ് ഇവർക്ക് വേണ്ടി ഹാജരായത്. അതുകൊണ്ട് BJPക്ക് വേണ്ടി അവർക്ക് മുകുൾ റോത്തഗിയുടെ വാദമാണ് കേട്ടത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് സ്റ്റേ ഇല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. കൂടാതെ ഈ ഹർജിയും എന്ത് ചെയ്തു, തള്ളിക്കളഞ്ഞു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോടതികൾ അതിനകത്ത് ഇടപെടാൻ വിസമ്മതിക്കും എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അതിലേക്ക് നയിച്ചൊരു കാര്യമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തവണ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അരുൺകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി എന്നെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ മീനാക്ഷി നടരാജൻ്റെ എങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക തള്ളാൻ വേണ്ടി BJP എടുത്തൊരു എഫേർട്ടിനെ കുറിച്ച് അദ്ദേഹം വളരെ നാടകീയമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയുന്ന ആകെ 4 മണിക്കൂർ സമയമാണ് കിട്ടിയത്. ആ 4 മണിക്കൂർ സമയം കിട്ടിയപ്പോൾ ചാനൽ റേറ്റിംഗ് കയറ്റാൻ വേണ്ടി പറഞ്ഞായിരിക്കും. 4 മണിക്കൂർ സമയം കിട്ടിയപ്പോൾ 2 മണിക്കൂർ അവിടെ മധ്യപ്രദേശിലൊക്കെ തന്നെ ഏതെങ്കിലും കേസുകളുണ്ടോ എന്ന് നോക്കി, ആന്ധ്രാപ്രദേശിൽ കേസുകളുണ്ടോ എന്ന് നോക്കി. ആ കേസുകളുണ്ടോ നോക്കി എല്ലാ പോലീസ് സ്റ്റേഷനിലും തിരഞ്ഞെടുത്തപ്പോൾ ഒരു കേസും കിട്ടിയില്ല. പിന്നെ അതിനുശേഷം വീണ്ടും നിങ്ങൾ അറിയേണ്ടത് മറ്റേതെങ്കിലും കേസുകളുണ്ടോ എന്ന്, കോടതികളിലുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അങ്ങനെ തെലങ്കാനയിലൊക്കെ തന്നെ നോക്കിയപ്പോഴാണ് ഒരു കേസ് കണ്ടെത്തിയത്. ആ ഒരു കേസ് കണ്ടെത്തിയപ്പോൾ ഏതാണ്ട് പിന്നെ അരമണിക്കൂർ കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒരു നാടകീയതയാണ്. അരമണിക്കൂർ കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേസ് കണ്ടെത്തിയപ്പോൾ ഇവർക്കത് കിട്ടിയിട്ടുണ്ടോ, മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയപ്പോൾ അത് ഇതിനകത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഇത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. എനിക്കറിയില്ല, ആധികാരികമായി ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എനിക്കറിയാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മീനാക്ഷി നടരാജന് ചാർജ് ഉണ്ടായിരുന്നത് തെലങ്കാനയിലാണ്. ആ തെലങ്കാനയുടെ ചാർജിൽ വലിയ സന്തുഷ്ടനൊന്നുമല്ലായിരുന്നു നമ്മുടെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മീനാക്ഷി നടരാജൻ അത്രത്തോളം സന്തോഷകരമായ അങ്ങനെ രാജ്യസഭയിലേക്ക് പോകണമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ ഇവർക്കെതിരെ ഇത്തരത്തിലൊരു കേസുണ്ടെന്നും ആ കേസ് കൃത്യമായിട്ട് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കേസിൽ FIR ഇട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ BJPക്ക് കിട്ടിയതാണ് എന്നുമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇവരുടെ തൊഴുത്തിൽ കുത്തുകൊണ്ടും ഇവരുടെ വേഷം കെട്ടുകൊണ്ടുമാണ് ഇത് നഷ്ടപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പറയാതെ വയ്യ. BJP തീർച്ചയായിട്ടും അവർക്ക് സംബന്ധിച്ചിടത്തോളം മാർഗം അവർക്കൊരു പ്രശ്നമല്ല, ലക്ഷ്യം മാത്രമാണ് പ്രധാനം. അവരെന്ത് വിധേനയും ജയിക്കാൻ വേണ്ടി എന്ത് കാണിക്കും എന്ന് പറയുന്നൊരു പാർട്ടി തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇത്ര വലിയ ഓപ്പറേഷൻ അരുൺകുമാർ നടത്തിയത് പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും തിരയുകയും അതുപോലെ അവരുടെ അഡ്വക്കേറ്റ്സിൻ്റെ അസോസിയേഷൻ ഉപയോഗിച്ച് എല്ലാ കോടതികളിലും തന്നെ തിരയുകയൊന്നും ചെയ്ത് കണ്ടുപിടിച്ച
സംഭവിച്ചതല്ല അരുൺകുമാർ. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് തൊഴുത്തിൽ കുത്തിക്കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. മീനാക്ഷി നടരാജൻ്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കപ്പെട്ടത്. അതിനുശേഷം കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും 3 BJP MP-മാരും ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിയും ഒരുപക്ഷെ നിയമയുദ്ധം തുടരുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി തുടർന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അഭിഷേക് സിംഗ്വിക്കൊക്കെ വീണ്ടും വാദിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കോൺഗ്രസിൻ്റെ MLA-മാരെയൊക്കെ തന്നെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇനിയിപ്പോൾ റിസോർട്ടൊന്നും എടുക്കണ്ട, വല്ല ക്ലബ് ഹൗസിലും കൊണ്ടുപോയി ഒരു പാർട്ടി നടത്തുന്നത് മാത്രമായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ദുഃഖകരമായ കാര്യമാണ്. കാരണം ഇതിലൂടെ BJP ഏതാണ്ട് 3-2 എന്ന് പറയുന്ന അവരുടെ ഒരു മാജിക് നമ്പറിലേക്ക് എത്താനുള്ള വലിയ പരിശ്രമമാണ് അവർ നടത്തുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജിയെ പിളർത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്നുള്ള 20ഓളം MP-മാർ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 290-ലധികം MP-മാരുള്ളവർ ഇപ്പോൾ ഏതാണ്ട് 310ഓളം MP-മാരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ കൂടി ഉത്തർപ്രദേശിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ കൂടി പിളർത്താനുള്ള സാധ്യതയുണ്ട്. കൂടാതെ DMK ഏതാണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി MP-മാരെ കൂടി കിട്ടിയാൽ നിങ്ങൾ അറിയേണ്ടത്, ഇങ്ങനെ തടുത്തുകൂട്ടി ഏതാണ്ട് MP-മാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും അവർക്ക് നമ്പർ തികക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജ്യസഭയിലെ 7 MP-മാർ അങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിരവധി MP-മാർ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 3-2 ഭൂരിപക്ഷത്തിലേക്ക് രാജ്യസഭയിലേക്ക് എത്താൻ BJPക്ക് ഇനി ഏതാണ്ട് 10-17 സീറ്റുകൾ കൂടി മതി. അപ്പോൾ അതേപോലെ തന്നെ ഏതാണ്ട് സംഭവിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കണം, ഡീലിമിറ്റേഷൻ്റെ ബില്ല് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ വനിതാ സംവരണത്തിൻ്റെ ബില്ലിരിക്കുന്നുണ്ട്. ഡീലിമിറ്റേഷൻ ബില്ല് ഉയർത്തിയാൽ ഇന്ത്യയിലെ പാർലമെൻ്ററി സീറ്റുകൾ ഏതാണ്ട് 850ആയി ഉയരും എന്നുള്ളത് നമുക്കറിയാം. അതിൽ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത് ഹിന്ദി ബെൽറ്റിലായിരിക്കും, കൗ ബെൽറ്റ് എന്ന് വിളിക്കാവുന്ന സ്ഥലങ്ങളിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ വന്നാൽ ഈസിയായി BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഒരുങ്ങും. അതുപോലെ അവർക്ക് യൂണിഫോം സിവിൽ കോഡ് അടക്കം നിരവധി കാര്യങ്ങൾ പാസ്സാക്കാൻ കഴിയും. അത് പാസ്സാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ മറ്റ് ഡീലിമിറ്റേഷൻ ബില്ലുകളടക്കമുള്ള വനിതാ സംവരണം അടക്കമുള്ള നിരവധി ബില്ലുകൾ കൂടി പാസ്സാക്കുന്നതിന് ഒരു ജനവിധിയിലൂടെ നടന്നില്ലെങ്കിൽ അല്ലാത്ത വഴികളിലൂടെ നടത്താൻ ശ്രമിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇതുവഴി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ രാജ്യസഭാ സീറ്റും ഓരോ പാർലമെൻ്ററി സീറ്റ് പോലും വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതൊന്നും മനസ്സിലാക്കാത്ത കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം തമിഴ്നാട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ DMK അങ്ങോട്ട് വിട്ടു. അതുപോലെ തന്നെ കേരളത്തിൽ വന്നിട്ട് CJP ഉണ്ടെന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചു. ഇതുപോലെയുള്ള റീജിയണൽ പൊളിറ്റിക്സിലെ കൊച്ചു പെറ്റി ഗെയിംസിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിലുള്ള ഒരു വലിയ മുന്നണിയെ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത് കോൺഗ്രസും. അതിന് കിട്ടുന്ന ഒരു അടി കൂടിയാണ് ഈ പറയുന്ന സ്ഥാനം. കൂടാതെ അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി കേൾക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി. ഇത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഇതിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള ഒരു മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് യൂട്യൂബ് നൽകുന്നൊരു ഓപ്ഷനാണ്. അതിൽ ഏത് എമൗണ്ടുകൾ അടച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പുകൾ എടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല. ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇതൊരു പോരാട്ടം കൂടിയാണ്, അല്ലാതെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. പലപ്പോഴും കഴിഞ്ഞ തവണ പിണറായി വിജയൻ അധികാരത്തിലേക്ക് 2021 വന്നതിന് ശേഷം കഴിഞ്ഞ 5 കൊല്ലങ്ങളിൽ പല മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ നടത്തിയിട്ടുള്ള വലിയ പ്രചരണമുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോഴും എടുത്തു നോക്കിയാൽ കാണാം, വലിയ യൂട്യൂബ് ചാനലുകളും അതിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഐക്കൺസും ഒക്കെ തന്നെ ഒരു പ്രോ സംഘപരിവാർ ആളുകളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ നാടിനെ വിഭജിക്കാൻ, മാനസികമായി വലിയ അകൽച്ചയിലേക്ക് എത്തിക്കാനാണ് അവരൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സത്യങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകുന്നത്. കൂടാതെ മറ്റൊരു പുതിയ ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അപ്പോൾ ആ ചാനലിൽ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ഇനി അടുത്ത പോഡ്കാസ്റ്റ് ഉടനെ ചെയ്യണം എന്നുണ്ട്. ഇതെല്ലാം തന്നെ കുറച്ചുകൂടി എക്സ്പെൻസീവായ കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ചോദിക്കുന്നത്. ആ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർ തീർച്ചയായിട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും നമ്മുടെ വീഡിയോകളുടെ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും തന്നെ നമ്മളോട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്, പിന്തുണക്കാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ.